ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ എമ്മി യാത്ര എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പുട്ടാണ്. നമുക്കുണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഉപ്പിട്ടു. എനിക്ക് സ്പൂണിൽ ഉപ്പിട്ടാൽ എനിക്ക് അതിൻ്റെ അളവ് അറിയില്ല. എനിക്ക് കൈ കൊണ്ട് തന്നെ ഇടണം. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചു നമ്മളത് നന്നായിട്ട് നനച്ചെടുക്കുക. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നനച്ചെടുക്കുക. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ പേടിക്കേണ്ട. നമുക്കത് മിക്സിയിലിട്ട് നമുക്കൊന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ല ഇതുപോലുള്ള നല്ല പൊടി, നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടുപൊടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം തേങ്ങ ചിരകി കൊണ്ടുവന്നു. കുക്കറിൽ വെള്ളം വെച്ച് നമ്മൾ അടുപ്പിലോട്ട് കുക്കർ വെച്ചു. എന്നിട്ട് പുട്ട് കുറ്റിയെടുത്ത് ആദ്യം നമ്മൾ തേങ്ങ ഇട്ടു. അതിനുശേഷം ഗോതമ്പിൻ്റെ പുട്ടുപൊടി, നമ്മൾ നനച്ച പുട്ടുപൊടി ഇട്ടു. എനിക്ക് കൈകൊണ്ടിടുന്നതാണ് എളുപ്പം, പക്ഷെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ സ്പൂണിലിട്ട് തന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീണ്ടും ആവശ്യത്തിന് തേങ്ങ ഇടുക, വീണ്ടും മാവിടുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കുറ്റി നിറയുന്നത് വരെ. പുട്ടുകുറ്റി നിറയുന്നവരെ നമ്മളിത് ചെയ്തിട്ട്. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഫൈനലായിട്ട് നമ്മൾ തേങ്ങ വെച്ചിട്ട് നമ്മളിത് കുക്കറിലോട്ട് എടുത്ത് വയ്ക്കുകയാണ്. ചടച്ചു കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ പുട്ട് വെന്ത് റെഡിയായതാ. നല്ല സോഫ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമ്മളെ പുട്ട് എന്ത് സോഫ്റ്റാണെന്ന് നമുക്കറിയാൻ പറ്റുന്ന അത്രയ്ക്ക് സോഫ്റ്റാണ്. നല്ല ആവി പറക്കുന്ന, നല്ല ചൂടുണ്ട്, നല്ല ആവി പറക്കുന്ന പുട്ട് റെഡിയാണ്. ഇനി ഇത് പപ്പടം കൂട്ടിയോ എങ്ങനെ വേണോ നമ്മളെ ഇഷ്ടത്തിന് കഴിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ, ലൈക്ക് ആൻഡ് സപ്പോർട്ട് മീ.